വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചോട്ടെ മക്കളെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അടുത്ത വാക്ക് ടൈം ഈസ് കം നൗ. സമയം അടുത്തിരിക്കുന്നു. അതാ ഇന്ന് രാത്രി നമ്മുടെ പ്രഭാഷണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. കഴിഞ്ഞ രാത്രി മഹത്വവാനായ ദൈവം നമ്മെ കാത്തു, നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു. ആർക്കും ഒരു ദോഷവും വരാതെ ഈ പ്രതിസന്ധി പ്രതികൂലം നിറഞ്ഞ ജീവിതമാകുന്ന പടകിന് നേരെ ദുഷ്ടന്റെ ആയുധങ്ങൾ വരാതെ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാത്ത നല്ല ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നയിൻ്റെ പട്ടണത്തിൽ ഒരു വിധവയുണ്ട്. വിധവയാകുന്നതിന് മുമ്പ് അവൾക്കൊരു നല്ല ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് മരണപ്പെട്ടു പോയി. അവളുടെ ഏക ആശ്രയം 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച പിഞ്ച് ഏക പൈതല ഈ കുഞ്ഞ് മരണപ്പെടുവാനിടയായി തീർന്നു. ആ മരണ വീട്ടിൽ വലിയ വിലാപമുണ്ട്. കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി ശവമഞ്ചത്തിനകത്ത് കയറ്റി അതിനെ അടക്കാൻ കൊണ്ടുപോവുക. ആ ഒരു യാത്ര പോകുമ്പോൾ ശവമഞ്ച ചുമക്കുന്നവർക്ക് ആ വേദന അറിയത്തില്ല, നാട്ടുകാർക്ക് ആ അമ്മയുടെ വേദന അറിയത്തില്ല. എന്നാൽ നൊന്ത് പ്രസവിച്ച അമ്മയുടെ വേദന കണ്ടിട്ട് ആ ശവമഞ്ചത്തിനെതിരെ ജീവന്റെ നായകൻ കടന്നു വരുവാനിടയായി. ഇന്ന് രാത്രി സിസ്റ്റർ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം, നിന്റെ രട്ടിനെ മാറ്റി സന്തോഷത്തിന്റെ വസ്ത്രം ഉടുപ്പിക്കുന്ന ദൈവം, മരണക്കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന മഹത്വവാനായ കർത്താവിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി എൻ്റെ യേശു വന്നു. ശവമഞ്ചത്തിൽ കടന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ കരം വെച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി. കൺവെൻഷന്റെ 2ാമത് രാത്രി ചില മരിച്ച ജീവിതങ്ങൾ എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ. ചില മദ്യപാനത്തിനകത്ത് ബന്ധിക്കപ്പെട്ടത് ഇന്ന് രാത്രി കുടുംബങ്ങൾക്കകത്ത് എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ. ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഇന്ന് രാത്രി എഴുന്നേറ്റ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരിയുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം കുന്നപ്പുഴ പട്ടണത്തിനകത്ത് വെളിപ്പെടുമ്പോൾ മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. ആത്മഹത്യ കൊതിക്കുന്നവർ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ശാപത്തിന്റെ കെട്ടുകളിൽ കിടക്കുന്ന ചില കുടുംബങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പച്ചൻ്റെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം, അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന യഹോവയുടെ ശബ്ദം, പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം, കാദേശ് മരുഭൂമിനെ നടക്കുന്ന അങ്ങയുടെ ദിവ്യ ശബ്ദം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് പുറപ്പെടുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ പാപികൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെടട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. പട്ടുപോയതിനെ ഇന്ന് രാത്രി അപ്പച്ചന്റെ കരത്താൽ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ഇന്ന് രാത്രി നാഥന്റെ നാമം മാത്രം ഉയരണം. മരുഭൂ പ്രയാണത്തിൽ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ് ആയിരങ്ങൾ പട്ടു വീഴുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അത് കണ്ട് ഇസ്രായേൽ ജനം വിടുതൽ പ്രാപിച്ചതുപോലെ 2021 മാർച്ച് മാസത്തിന്റെ അവസാന രാത്രി ക്രൂശിക്കപ്പെട്ട നാഥനെ കുന്നപ്പുഴ പട്ടണത്തിനകത്ത് ഉയർത്തുമ്പോൾ ആയിരങ്ങൾ രക്ഷ പ്രാപിക്കുക. ഈ പട്ടണത്തിൽ ഒരു അന്ത്യകാല ഉണർവിന്റെ കാറ്റടിക്കുക. അനേക യോഗങ്ങൾ നടക്കുക. കുഞ്ഞുങ്ങൾ രക്ഷയുടെ പെട്ടകത്തിൽ കടക്കുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ തരുന്നു. ഒരു രാത്രി കൂടി വചനവുമായി അടിയൽ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ ധരിക്കണമേ. തമ്പുരാൻ്റെ നാമം മാത്രം ഉയരണം. ആദ്യോടൊന്ന് തിരുസ്ഥാനത്തിൽ മറയ്ക്കണം. കടന്നു വന്ന ഈ മക്കളെല്ലാം ദൈവം കാത്തു പരിപാലിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി അനുഗ്രഹിക്കും. ഭാരമായിട്ടൊരു വിഷയമായി ഞങ്ങളുടെ ആലയത്തിൻ്റെ കോമ്പൗണ്ടിൽ കടന്നിട്ടുണ്ടെങ്കിൽ തിരികെ പോരുമ്പോൾ കർത്താവെ വിടുതൽ പ്രാപിച്ചു മടങ്ങുവാൻ മുറിഞ്ഞ കരം ഇന്ന് രാത്രി മക്കളെ തൊടണം. സ്വർഗം അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന മാനിച്ചു വിടുതൽ കരം നീട്ടിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ സ്തുതിച്ചാട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗം ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം. ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5 തലങ്ങൾ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും നിത്യജീവന്റെ മൊഴിപത്തുകളും ക്രൂശീകരണവും. അതെഴുതിയിരിക്കുന്നു. മശിഹാത്വം, ദാസത്വം, ദൈവത്വം, പുത്രത്വം. 2 തിരുസഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയ അപ്പോസ്തല പ്രവർത്തികൾ. 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ രൂപേണ വലിയ എഴുത്തുകാരിൽ കൂടി ലേഖനങ്ങൾ: റോമയും കോരിന്തിയും തെസ്സലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യരും. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. അത് കഴിയുമ്പോൾ 4 തലം ഉപദേശത്തിനകത്ത് കടന്നു പോകുന്നവർ. ഏതൊരു ക്രിസ്തുവിന്റെ വരവ്. വചനം തെറ്റിക്കുന്നവരെല്ലാം ന്യായം വിധിക്കുക. അതിനുവേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങളുടെ നിറവ്. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസ്, ഫിലോമോനെ, യാക്കോബ്, യൂദ അവസാനം ഇങ്ങനൊരു പ്രത്യാശയുടെ പൊൻകിരണം ദൈവസഭയ്ക്ക് വേണ്ടി. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു: കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ടല്ലേ നമ്മുടെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ പാടും: പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സന്തോഷമില്ലല്ലോ? അവൻ കോടാനുകൂടി ദൂതന്മാരുമായി വരും. അത് കഴിഞ്ഞൊരു വാക്യമുണ്ട്: ഉപദേശിമാരും ചർച്ച ഭാഷമാരും കൺവെൻഷൻ പ്രാസംഗികരും പ്രസംഗത്തിലോ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹങ്ങളിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപ്, ദന്തുപക്ഷ, പകാപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ഇതിലെല്ലാം കണ്ട് ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് അടിക്കുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, വിശ്വാസികളാണെന്നോ? ഇല്ല. ആദ്യം കൂട്ടിക്കേറ്റുന്ന കൺവെൻഷൻ പ്രാസംഗികർ. കരമുയരുന്നില്ലല്ലോ? പ്രസംഗിച്ച് നല്ല നോട്ട് കയ്യിലാക്കിയ എല്ലാ കൺവെൻഷൻ പ്രാസംഗികർ ആദ്യം. അത് കഴിഞ്ഞ് ചർച്ച ബോർഡിൻ്റെ ഓവർസിയർ, അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് പാസ്റ്റർമാർ, അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ. 4-ാം തട്ട് 5-ാം തട്ട് വിശ്വാസികളുള്ളൂ. വിഷമിക്കേണ്ട, ഞങ്ങളെയാണ് ആദ്യം കൂട്ടിക്കേറ്റത്, പിന്നെ നിങ്ങളെ കയറ്റത്തുള്ളൂ. സന്തോഷമില്ലല്ലോ? സകലരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ. അങ്ങനെയെങ്കിൽ ലോകത്തിൽ പകർച്ചവ്യാധികൾ വരും. ഇനിയുള്ള കാലങ്ങളെല്ലാം നല്ല കാലങ്ങളല്ല. ഉപദേശിമാർ ഞങ്ങളുടെ വഴിക്ക് പോവും, വിശ്വാസികളുടെ വഴിക്ക് പോവും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ വിശ്വാസം കണ്ടെത്തുമോ? അതുകൊണ്ട് യൂദായോട് സ്വർഗം പറഞ്ഞ് എഴുതിക്കോ: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച്. ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നാഥന്റെ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ. ഇവിടെ കോവിഡ് വന്നാലും ലോക്ക്ഡൗൺ വന്നാലും സ്വർഗമുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയും: ആമേൻ, കർത്താവായ യേശുവേ വരണമേ. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് 22:12: അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അശുദ്ധി ചെയ്യുന്നവൻ അശുദ്ധിയിൽ തന്നെ നിൽക്കട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. ഇന്ന് രാത്രി കുന്നപ്പടിയിലെ നീതിമാൻ തന്നെ താഴ്ത്തട്ടെ. വീണ്ടും പറയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ശ്രദ്ധയോടെ നമ്മുടെ പരമ്പരയിലേക്ക് കടക്കാം. AD 30 കാൽവരിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കാന്തൻ പരമയാഗമായി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കാലഘട്ടത്തിന് ശേഷം ഭരണാധികാരികൾ: ഹേരോദാവ് ഏദോമിന്റെ ഗവർണർ, പീലാത്തോസ് റോമിന്റെ ഗവർണർ. ക്രൂരമായ ശിക്ഷാവിധികൾ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ ശൗലിനെ പിന്നത്തതിൽ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് കഴുത്തറക്കും പേയാട്. അതുപോലെ വാളുകൊണ്ട്, മില്ലിലെ വാളുകൊണ്ട് കഴുത്തറക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി. അതിനുശേഷം പത്രോസ് ലീഗ അവനെ നേരെ ക്രൂശിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവനെ തല കീഴായി. യാക്കോബ് അപ്പോസ്തലന്റെ തല വെട്ടിമാറ്റി. വചനമേറ്റവർക്കെല്ലാം തിരുവനന്തപുരം പട്ടണത്തിൽ പറയുന്ന പോലെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം, ബ്ലസ്സിംഗ്, മിറക്കിൾ സൺഡേ, ഇതൊന്നും ഈ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതെല്ലാം തട്ടിപ്പിന്റെ പർക്ക പരിപാടികളാണ്. ഇനിയെങ്കിലും സഹോദരിമാർ ഇതിന് പോകരുത്. ഞാൻ പച്ചയ്ക്ക് പറയുമോ? സ്വോത്രം. നിങ്ങൾ ദൈവസഭയിൽ പോകണം, നിങ്ങളുടെ ദൈവസഭയിൽ ആരാധിക്കണം. ഈ ആവശ്യമില്ലാത്ത പോസ്റ്റർ കണ്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ പൈസ നഷ്ടം. പിന്നെ വേറെ ഇപ്പോൾ ഒരു പുതിയ പരിപാടി വന്നിട്ടുണ്ട്, ലൈവ് കൊടുക്കുന്നുണ്ടെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. എന്നെ എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുക, ഒന്നുകൂടെ അടിച്ചാലും കുഴപ്പമില്ല. വേറൊരു പരിപാടി 15,000 രൂപ TV-യുടെ എപ്പിസോഡിന് കൊടുക്കുക. സന്തോഷമില്ലല്ലോ? ചേച്ചി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യോ, ചേട്ടാ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യോ. 15,000 രൂപ തരുന്നത് കള്ളത്തുണ്ട്. സന്തോഷമില്ലല്ലോ? റെസിപ്റ്റല്ല തരുന്ന ഒരു കള്ളത്തുണ്ട്. ഹാർവെസ്റ്റിൽ എത്ര? 3000 രൂപ. പവർ വിഷനിൽ എത്ര? 3000 രൂപ. 12,000 രൂപ കോട്ടയത്ത് വന്ന റവറണ്ടന്മാർ പോക്കറ്റിലാക്കുക. സന്തോഷമില്ലല്ലോ? നമ്മുടെ സഭയെ പാസ്റ്റർക്ക് 5 രൂപ കഞ്ഞോളത്തിന് കൊടുക്കത്തില്ല. കോട്ടയത്ത് നിന്ന് വരുന്നവന് 15,000 കൊടുക്കും. സ്വോത്രം. അതല്ലയോ നമ്മുടെ സഭക്കാർ? എന്നിട്ട് ചേച്ചിയെ വിളിച്ചു പറയും: ഇത്രാം തീയതി ലൈവ് ഉണ്ട്, ചേച്ചി കണ്ടോണം,
ചേച്ചി നാട്ടുകാരോടെല്ലാം പറയും, ഞാൻ ഈ ഡോക്ടർക്ക് പൈസ കൊടുത്ത് വൈകിട്ട് ലൈവ് ഉണ്ട്, ടി വിയിലേക്ക് തൊട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം പറയും, പഴയ ടി വിയൊക്കെ പോയി, ഇതിൻ്റെ പേരാ LED LCD. വൈകിട്ടങ്ങ് ഇടിപെട്ടുന്ന സമയത്ത് ഇതി കയറി പിടിക്കല്ലേ അമ്മമ്മ, അന്നേരം ഷോക്കും പോയി. ടി വി പ്രേക്ഷക സംഘവും വിടുതൽ ശുശ്രൂഷയല്ല, ടി വി പ്രേക്ഷക സംഘമോ ശവസംസ്കാര ശുശ്രൂഷയായിരിക്കും. സ്വോത്രം. അതുകൊണ്ട് ഇനി മേളിൽ തിരുവനന്തപുരം പഞ്ചാബിൽ പോയാൽ പാസ്റ്റർമാർ എന്നോട് ഭയങ്കര എതിരത് പറയും. പക്ഷേ അതിനൊക്കെ അറിയാം, പഞ്ചാബിൽ പോയാൽ നല്ല ഗോതമ്പ് കിട്ടും, ആന്ധ്രയിൽ പോയാൽ നല്ല മുളക് കിട്ടും, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ഉടായ്പമാരുടെ അമ്പറൊണ്ണും കിട്ടും. സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ് ഇനിയെങ്കിലും ഈ പരിപാടിക്ക് നിങ്ങൾ ബോർഡ് കാണുമ്പോൾ കരിസ്മ, ദ്വന്ദ്വ, സുനാമി, ഡുനാമി, ഫയർ, പെസക, ഈസ്റ്റർ, അത് കഴിഞ്ഞിട്ട് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം, പ്രാപിച്ചോ പുണ്ണാക്ക് പ്രാപിച്ചോ. സ്വോത്രം. ഒന്നുമില്ല, വല്ല വചനം കേട്ട അക്കരെ നാട്ടിൽ കയറാം. സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞു, ഞാൻ ഇന്ന് ബന്ധിക്കോസുകാരോട് പറയാം, സ്വോത്രം, നിങ്ങളൊന്നുമല്ല, കർത്താവിൻ്റെ വരവിൽ പോയില്ല, നാട്ടുകാരും കൈകാര്യം ചെയ്ത് സ്വർഗവും കൈകാര്യം ചെയ്യും. സ്വോത്രം. കുന്നപ്പിഴ വന്നിട്ട് അവരുടെ രക്ഷയുടെ പെട്ടകത്തിൽ കയറിക്കോണം. ഇനി ഞങ്ങൾ കോവിഡ് കാലത്ത് ഈ അത്ഭുത രോഗശാന്തിക്കാരെ ഒന്നും കാണാനില്ലായിരുന്നല്ലോ. ഞാൻ എത്ര അത്ഭുത രോഗശാന്തിക്കാരെ വിളിച്ചു. അപ്പോൾ പറയും, ഇപ്പം സീസൺ അല്ലെന്ന്. സ്വോത്രം. എന്തുവാ സീസൺ? സ്വോത്രം. ഇപ്പം ഞങ്ങൾക്ക് കൃപയില്ലെന്ന്. RCCയിലും കയറത്തില്ല, ഇവിടെയും കയറത്തില്ല, ഇവിടെയും കയറത്തില്ല. സ്വോത്രം. കുഞ്ഞെ, യേശു ഉള്ളിടത്തും വചനം പ്രസംഗിക്കുന്നിടത്തും എല്ലാം വിടുതലുണ്ടായിട്ടുണ്ട്. ഞങ്ങളാരും അങ്ങോട്ട് ചെന്ന് കരം വെക്കണ്ട. ഒരു സഹോദരി വേദനയോട് ദൈവസന്നിധിയിൽ നമ്മുടെ ആലയത്തിൽ വന്നാൽ സ്വർഗത്തിലെ ദൈവം, ഞാൻ സംസാരിക്കണമെന്നില്ല, ബഹുമാനപ്പെട്ട വിപിൻ പാസ്റ്റർ സംസാരിക്കണമെന്നില്ല, ഒരു കൊച്ചു കുഞ്ഞ് സംസാരിച്ചാലും അവളുടെ വേദനയുടെ വിഷയത്തിന് മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തനാണ്. കൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ പറയാം, സഹോദരിമാരാതി മുൻപന്തി, ചിന്നമ്മേ അവിടെ ഭയങ്കര വിടുതല, പൊന്നമ്മേ അവിടെ ഭയങ്കര വിടുതല. 4000 പേരുള്ളിടത്തല്ല യേശു, 40 പേരുള്ളിടത്തുമല്ല, സത്യത്തിൻ്റെ പക്ഷത്ത് എൻ്റെ കർത്താവ് നിൽക്കുന്നത്. സ്വോത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും യോഗത്തിന് വലിയ ആളെ കിട്ടിയില്ലോ, പാവപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ വിളിച്ച് വചനം പ്രസംഗിക്കുക. അതുകൊണ്ട് ഈ ബോർഡ് കണ്ടിട്ട് കയറരുത്. നമ്മുടെ ആഗ്രഹം, കർത്താവിൻ്റെ അപ്പോസ്തോലന്മാരെല്ലാം ക്രൂരമായ ശിക്ഷ മേടിച്ച മരിച്ചത്. സന്തോഷമില്ലല്ലോ? ഇന്ന് ശിക്ഷ വല്ലതും ഉണ്ടോ? ഇന്നെല്ലാം ബ്ലാസിങ് ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ആ കാലഘട്ടത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, AD 30 ശേഷം റോമിൻ്റെ ക്രൂരമായ പീഡനം 37 ആരംഭിക്കുന്നു. 64 ഒരു അപ്പോസ്തോലൻ യാത്രയാകുന്നു. അവൻ്റെ പേര് അപ്പോസ്തോലനായ യോഹന്നാൻ. യാത്രയാകുന്നത് തുർക്കിയിലെ ഏഷ്യ മൈനർ, ആസിയയിലെ 7 സഭകൾ. പല ബന്ധിക്കോസുകാരും പ്രസംഗിക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നടന്ന കാലഘട്ടത്തിൽ ചില സംഭവങ്ങളുണ്ട്. അന്ന് വഴിവക്കിൽ ഒരു ഉപദേശി ട്രാക്ട് കൊടുത്തുകൊണ്ട് നിന്നാൽ, അല്ലെങ്കിൽ വചനം നമ്മുടെ പരസ്യവും പ്രസംഗിച്ചാൽ അവനെ അങ്ങ് പിടിച്ചുകൊണ്ട് റോമിൻ്റെ പടയാളികൾ. ആദ്യത്തെ ഭൂമിക്കടിയിലെ തിയേറ്റർ ഇവിടെ ഭൂഗർഭ തിയേറ്റർ, കാറ്റക്കൊമ്പെ കൊലോസിയം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ബ്രിട്ടണിൽ, അല്ല മോഹൻലാലും ദിലീപും ഒന്നുമല്ല, ഭൂമിക്കടിയിൽ തിയേറ്റർ. ഇവിടെ നമ്മുടെ നല്ല കുഞ്ഞുങ്ങൾ നല്ല ലൈറ്റ് ഒരുക്കിയിട്ടുണ്ട് കൺവെൻഷന്. അവിടെ ലൈറ്റല്ല, പകല് പിടിച്ചുകൊണ്ട് പോകുന്ന ഉപദേശിയെ തൂണോട് കെട്ടി നിർത്തും. തലയ്ക്കകത്ത് ഒരു മൺചട്ടി വെക്കും, കൽക്കരി വാരിയിടും. രാത്രി 8 മണി കഴിയുമ്പോൾ പാട്ടും കൂത്തും തുടങ്ങും. ആ സമയത്ത് ലൈറ്റിന് പകരം ഉപദേശിയുടെ തലയിൽ മണ്ണെണ്ണ ഒഴിക്കും, കൽക്കരി കത്തിക്കും. അവിടെ പാട്ടും കൂത്തും നടക്കും. പാവപ്പെട്ട ദൈവദാസന്റെ തല ഇങ്ങനെ വേവുമ്പോൾ നാവിനകത്തുനിന്നൊരു ശബ്ദം വരും, മാറാ നാദ യേശുവേ വരണമേ. ആരും പ്രസംഗിക്കത്തില്ല, ഒരു ഉപദേശിമാർ. തീർന്നില്ല. അങ്ങനെയെങ്കിൽ പാങ്ങോട് തെരുമലയും വഴിവക്കനകത്ത് ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപദേശിയെ ഈ റോമിൻ്റെ പടയാളികൾ കണ്ടാൽ എവിടെ കൊണ്ടുപോകുമെന്നറിയാമോ? നല്ലതുപോലെ ടാർ പാട്ടയ്ക്കകത്ത് കൊണ്ട് റോഡ് ടാർ ചെയ്യുന്നിടത്ത് പാട്ടയ്ക്കകത്ത് തല പോലെ നല്ലൊരു തലയ്ക്ക് വിസ്താരമുള്ളൊരു ഹോൾ ഉണ്ടാക്കും. ആ ഹോളിനകത്തേക്ക് എന്തോയും തല കുത്തിക്കയറ്റ്. എന്നിട്ട് പാട്ട ചൂടാക്കി തറയിൽ ഉരുട്ടി വിടുമ്പോൾ തല ടാർ പാട്ടയ്ക്കകത്ത് ഇങ്ങനെ വേവും. കാല് പുറത്ത് കിടന്നടിക്കുമ്പോൾ പാട്ടയ്ക്കകത്തൊരു ശബ്ദം കേൾക്കും, അപ്പച്ച അമ്മച്ചി മാറാ നാദ യേശുവേ വരണമേ. ആരും പ്രസംഗിക്കത്തില്ല. 3 റോമിൻ്റെ ചരിത്രം. വഴിവക്കിനകത്ത് യേശു രക്ഷകൻ, തച്ചൻ്റെ മകൻ രക്ഷകൻ എന്ന് വിളിച്ച് പറയുന്ന ഒരുവനെ കിട്ടിയാൽ, നമ്മുടെ തിരുമല നിന്ന് മങ്കാട്ടുകടവിലേക്ക് പോകുമ്പോൾ നല്ല മരങ്ങളുണ്ട്. ആ മരങ്ങളിനകത്ത് 2 ചില്ലകൾ സൈന്യാധിപൻ കൂട്ടിക്കെട്ട്, ഉപദേശിയെ തല കീഴാക്ക്. 2 ചില്ലകളിലകത്ത് 2 കാലുകൾ കെട്ടി നിർത്ത്. ചില നിമിഷങ്ങൾ വടം മുറുകുമ്പോൾ ഒരു വിസിൽ കേക്ക്. ആ വടമഴിച്ചു വിടുമ്പോൾ 2 ഭാഗമായി മനുഷ്യൻ്റെ ശരീരം എവിടെ തൂങ്ങും? മരത്തിനകത്ത് തൂങ്ങും. അവസാന നിമിഷം ഒരു ശബ്ദം മരച്ചില്ലകൾ കേൾക്ക്, മാറാ നാദ യേശുവേ വരണമേ. തീർന്നില്ല. അന്നത്തെ കാലത്ത് മനുഷ്യനെ കിട്ടിയാൽ പച്ച മനുഷ്യന് അടുത്ത ചെയ്യുന്ന ശിക്ഷാവിധി, അവനെ കൊണ്ട് ജയിലിനകത്ത് കൊണ്ടുപോകും. വാ തുറക്ക്, വായ്ക്കകത്ത് ഹോസ് കുത്തിക്കയറ്റും, വെള്ളം പമ്പ് ചെയ്യും. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ നാടൻ ഭാഷയിൽ അവൻ്റെ പള്ള വീർത്ത് കഴിഞ്ഞാൽ അബോധാവസ്ഥയിലാവും. അപ്പം സൈന്യാധിപൻ കൽപ്പിക്കും, ക്രൂരമായ കുതിരയെ കൊണ്ടുവരുക. കുതിര വേഗത്തിൽ പായും. പാവപ്പെട്ട ഉപദേശിയുടെ പള്ള ഭാഗത്ത് കുതിരയുടെ കുളമ്പടി കൊള്ളുമ്പോൾ വയർ 2 പൊട്ടും, വെള്ളം തെറിക്കും.
അതിനകത്തുനിന്ന് രക്തം വരുമ്പോൾ പാവപ്പെട്ട ഉപദേശി അബോധാവസ്ഥയിൽ പറയും, മാറാനാഥ യേശുവേ വരണേ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ വചനം വരുവാൻ കാരണം ആരുടെയൊക്കെയോ കൈകാലുകൾ മരച്ചില്ലയിൽ, ആരുടെയൊക്കെയോ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെയോ വയറുഭാഗം ക്രൂര മൃഗങ്ങൾ, ആരുടെയൊക്കെയോ തല തീ കത്തി പിടിച്ചതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷയുടെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പലരും യോഗത്തിൽ പറയത്തില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കണ്ടിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ യാത്രയാകുന്നു. ആ കാലഘട്ടത്തിൽ ഭരണകൂടങ്ങൾ മാറി. ഹേരോദാവും പീലാത്തോസും കഴിയുമ്പോൾ വെസ്പേഷ്യൻ, റോമാ നഗരം ചുട്ടരിച്ച് അടുത്തവൻ വന്നു നീറോ, അതിനുശേഷം ആലയം തകർത്ത ടൈറ്റസ്, അതിനുശേഷം ലൗദിയോസ്, ക്ലൗഡിയോസ്. 90 കാലഘട്ടത്തിൽ ഒരുവൻ വരുന്ന ഡൊമീഷ്യൻ. അവൻ വന്നപ്പോൾ തന്നെ ചോദിച്ചതാ, യേശുവിൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പടയാളികൾ പറഞ്ഞു, സാറ് മിക്കവാറും എല്ലാവരെയും കാലപുരിക്ക് ഞങ്ങൾ അയച്ചു. എന്നാൽ ഒരു വയോധികൻ കിടപ്പുണ്ട്. എവിടെ കിടക്കുന്നു? ആസിയയിലെ 7 സഭകൾക്ക് ശുശ്രൂഷകനായി തുർക്കിയിലെ ഏഷ്യ മൈനറിൽ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ ഇവിടെ കൊണ്ടുവരണ്ട, അവന് വേണ്ടി ക്രൂരമായൊരു ശിക്ഷാവിധി ഞാൻ എഴുതി തരാം. അങ്ങനെ അവന് വേണ്ടി ഒരു ശിക്ഷാവിധി കൊടുക്കുന്നു. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്തു മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള ഒരു കൽപ്പന. പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിനകത്ത് എഫെസോസഭയുടെ ശുശ്രൂഷകനായി തോറയുടെ ചുരുളുകൾ ഭക്തൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ 6 കുതിരകൾക്കകത്ത് 12 പടയാളികൾ യോഹന്നാന്റെ അപ്പോസ്തലനെ തിരക്കി വന്നു. യോഹന്നാനോട് പറഞ്ഞു, താങ്കളുടെ അന്ത്യദിന. യോഹന്നാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ചക്രവർത്തി ഒരു കൽപ്പന തന്നു. പാശ്ചാത്യ പൗരസ്ത്യ റോമായുടെ ചക്രവർത്തിയായ ഡൊമീഷ് താങ്കളെ പിടിച്ച കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാൻ കൽപ്പന. 95 വയസ്സ് പ്രായം, ശരീരമാകെ വിറയ്ക്കുന്നു, സഹായിപ്പാൻ ആരുമില്ല. അപ്പച്ചൻ്റെ കൈകളിലേക്ക് വിലങ്ങ് വീണു. അദ്ദേഹത്തെ കുതിരയ്ക്കകത്ത് കൊണ്ടുപോയി റോമിൻ്റെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി തടി പോലെയുള്ള ഒരു പ്രതലത്തിൽ കിടത്തി. 6:30 ആയപ്പോൾ കൈകാലുകൾ ബന്ധിച്ചപ്പോൾ ഒരു സൈറൺ മുഴങ്ങി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്യാൻസറിന് റേഡിയോ തെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് കറുത്ത കടിക്കുന്നത് പോലെ ഒരു പടയാളി വന്ന് മാർക്ക് ചെയ്തു. 7 മണി നേരമായപ്പോൾ 2 ബ്യൂഗിൾ മുഴങ്ങിയപ്പോൾ ആയിരക്കണക്കിന് പേരുടെ ശരീരത്തിനകത്ത് വാൾ കുത്തിയിറക്കിയ പടയാളി യോഹന്നാൻ അപ്പോസ്തലന്റെ അന്നനാളത്തിൽ വാൾ കുത്തിയിറക്കുന്നു. തുറകെ താഴോട്ട് കയറിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു. 100 കണക്കിന് പേരെ കൊന്ന ഈ പടയാളിക്ക് കാര്യം പിടികിട്ടി. മനുഷ്യന്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തിയുണ്ട്. അദ്ദേഹം ഉടവാൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ കൊല്ലാൻ കഴിയത്തില്ല, കെട്ടഴിച്ചു വിട്ടേക്ക്. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കോ, കാരാഗ്രഹത്തിനകത്ത് അവനെ വിടുവിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തുകൊണ്ട് അവൻ മരിച്ചില്ല? ഇന്ന് രാത്രി അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവനെ കൊണ്ട് ദൈവം എഴുതിച്ചില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കള് വിശ്വാസത്തോടെ പറയണം, അപ്പച്ച, അമ്മച്ച, ഇന്ന് രാത്രി പരാജയത്തോടെ പോകരുത്. നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറകളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് വന്ന് RCCയുടെ വാതിലുകൾ അടഞ്ഞാൽ, ഒരുപക്ഷെ അവർ മരണവാറിന്റെ പേപ്പർ കൈ തന്നാൽ, ഇന്ന് രാത്രി പറയണം, ഈ വചനമെടുത്ത് ഞാൻ കുന്നപ്പുഴ ആരാധിക്കുവാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ദൈവം എന്നോട് ചില വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പകർന്നെങ്കിൽ ആ വാഗ്ദത്തങ്ങളുടെ നിറവ് കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് പലതും ആഞ്ഞടിക്കട്ടെ. നിംസിലെ മധു ശ്രീധർ പറയും, സർജറി നടക്കത്തില്ല. PRS പറയും, ഇനി ഒരു പോംവഴിയുമില്ല, മെഡിക്കൽ കോളേജ് നിന്നെ തള്ളുമായിരിക്കും. എന്നാൽ അതിൻ്റെ നടുവിലും പറയണം, രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ വീട്ടിനകത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച എൻ്റെ നന്മയുടെ മറുപടി എൻ്റെ കണ്ണിന് മുൻപിൽ കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 2ാമത് രാത്രി ഭയപ്പെടേണ്ട, അവൻ നിന്റെ കൂടെയുണ്ട്. സിസ്റ്റർ, ബ്രദർ, ഭ്രമിച്ച് നോക്കണ്ട. നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവത്തെ ഇന്ന് രാത്രി നിന്നെ ആരാധിക്കുന്നത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുടെ വലങ്കരം അന്ത്യം വരെ എന്നെ വഴി നടത്തും. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സാധാരണ പുസ്തകമല്ല നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്നത്, 8000 വാഗ്ദത്തമുള്ള ഒരു പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. പ്രോമിസുകൾക്ക് മരണമില്ല. ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുമ്പോൾ ഹല്ലേലൂയ, ഒരപ്പന് ഒരമ്മയും 2 മക്കളും പുറകോട്ട് വന്നു. അവരുടെ പേരാ എലിമലേക്ക്, മംഗ്ലോനും, കില്യോനും, നവോമി. അവർ വന്നത് എവിടാന്നറിയാമോ? ബേത്ലഹേമിൽ നിന്ന് 400 കിലോമീറ്റർ മോവാബ്. ലോത്തിന്റെ മക്കൾ അർപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ട് 1000 ആണ്ട് ശാപത്തിൽ കിടക്കുന്ന സ്ഥലമാണ് മോവാബ്. അവിടെ വന്നപ്പോൾ ഒരു 2 കല്യാണം നടന്നു. രൂത്ത് മോർപ്പ എന്ന് പറഞ്ഞൊരു പെൺകുട്ടികളെ കിട്ടി. തീർന്നില്ല, ആ സമയത്ത് അപ്പൻ മരിച്ചു. 2 ശവപ്പെട്ടികൾ പുറേ എലിമലേക്ക്, മംഗ്ലോനും, കില്യോനും എല്ലാം മരിച്ചു. 3 ശവപ്പെട്ടി ഒരു വീട്ടിൽ വന്നു. ലോകം പറയും അത് അസ്തമിച്ചെന്ന്. സ്വോത്രം. അമ്മായിയമ്മ നവോമി വിളിച്ചിട്ട് ആ കുഞ്ഞുങ്ങളോട്, ഓർപ്പയോടെ രൂത്തിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പട്ടണത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് വാഗ്ദത്തമുള്ള രൂത്ത് പറഞ്ഞു, അമ്മച്ചേ ഞാനും കൂടെ വരിക.
രൂത്ത് നോക്കിയത് ശവപ്പെട്ടിക്കകത്തല്ല, യഹോവയുടെ ന്യായപ്രമാണത്തിൽ. ഇന്ന് രാത്രി മാതാവേ പിതാവേ, പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, ലോകർ നിനക്കെതിരെ പരാതി പറയുമ്പോൾ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ, ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്ക സമയത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇന്ന് രാത്രി പറയണ കുന്നപ്പുഴ, അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗം സാധിപ്പിച്ചു കൊടുക്കും. സ്വോത്രം. 1000 ആണ്ട് ശാപത്തിൽ കിടന്നൊരു പെണ്ണ, ഭർത്താവ് മരിച്ചുപോയി. അവൾ വചനപ്രകാരം എഴുന്നേറ്റു, ബേത്ലഹേമിൽ വന്നു. വീടില്ല, കൂടില്ല, കിടക്കുന്നത് മലയൻകീഴില്ല. മലയൻകീഴിൽ കാട്ടാക്കിടപ്പോന്നത് പോലെ സൈഡിൽ കിടക്കുക. ഒരു ടെൻ്റുണ്ട്. അമ്മച്ചിയെ നോക്കിയിട്ട് മലയൻകീഴുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മച്ചി അച്ചായനെയും കൊണ്ട് ശാപത്തിൽ പോയി 3 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് കൊന്നിട്ടൊരു കറുത്ത പെങ്കൊച്ചാട്ട് കിടക്കോ, കള്ള കിളവി എന്ന് പറഞ്ഞു. സ്വോത്രം. എന്നാൽ അമ്മച്ചിയുടെ കുടിലിനകത്ത് പ്രമാണമുണ്ടായിരുന്നു. അവളോട് പറഞ്ഞു, നീ എഴുന്നേറ്റോളാൻ പറഞ്ഞു. ഇന്ന് രാത്രി പ്രതിസന്ധികൾ നിന്റെ കുടിലിനകത്ത് ആഞ്ഞടിക്കുമ്പോൾ, നാട്ടുകാർ നിനക്കെതിരെ പോരാട്ടം അയക്കുമ്പോൾ, എഴുന്നേറ്റ് യാത്ര ചെയ്യുവാൻ തുടങ്ങിയ നിന്റെ പിൻപിൽ അനുഗ്രഹിക്കപ്പെട്ട നിലങ്ങളെ ഒരുക്കുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നു? സാധാരണ സംഭവമല്ല ബൈബിൾ. കേട്ടോ, അവൾ ഒന്നാം ദിവസം അവൾ വയലിൽ പോയി. അവൾ കറുത്ത പെങ്കൊച്ച, ജാതീയമാ, യഹൂദന്റെ വയല. അവളോട് പറഞ്ഞ് ഇറങ്ങിപ്പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ അവളെന്തോ ഇത് കാത്തിരുന്നു. പോകാൻ നേരം ദൈവസന്നിധിയിൽ കാത്തിരുന്ന കുഞ്ഞിൻ്റെ തോർത്തിനകത്ത് നന്മണികളെ യഹൂദൻ കൊടുക്കുവാനിടയായി. ഇന്ന് രാത്രി ആഴമേറിയ വിഷയം വചനം കയറുമ്പോൾ ലോകം പറയും ഒന്നും നടക്കത്തില്ല. പക്ഷെ നീ കാത്തിരുന്നാൽ നിന്റെ പുരയ്ക്കകത്ത് നന്മണി കൊണ്ടെത്തിച്ചു തരുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സാധാരണ ബൈബിൾ അല്ല ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. 2-ാം ദിവസം പോയി സഹോദരി. 2-ാം ദിവസം അവൾ വിശ്വാസത്തോടെ പോയി. വിശ്വാസത്തോടെ പോയ വെറും കൈയോട് ദൈവം വിടത്തില്ല. ബോവസിന്റെ ആൾക്കാർ പറഞ്ഞു, മോളെ തോർത്തിച്ചോട്ട് തരാൻ പറഞ്ഞു. അവൾക്ക് വേണ്ടി ചവിട്ടിപ്പൊടിച്ചത് കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. ഇതാ വാഗ്ദത്ത്. 3-ാം ദിവസം അവൾ ചെന്നപ്പം പറഞ്ഞു, വെയിറ്റ്, ഇന്ന് തോർത്തിനകത്തല്ല, നിന്റെ തലമേൽ ഞങ്ങൾ കറ്റ തരാം. വരാൻ പോകുന്ന ക്ഷാമത്തിനകത്ത് പൊടിച്ച് 10 വെക്കാം. 4-ാം ദിവസം അവൾ വാഗ്ദത്ത പ്രകാരം വചനമേറ്റ ടുത്തവൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിൽ ഒരു പരമവിളിയുണ്ടെങ്കിൽ അതിനെ നോക്കി യാത്ര ചെയ്യുക. നട്ടവന് നടുന്നവന് ഭേദമല്ല, വളരുമാറാക്കുന്ന ഒരു ദൈവം രൂത്തിന്റെ കണ്ണീരിൽ ഇറങ്ങി വന്നു. 4-ാം ദിവസം അവൾ പോയി. 4-ാം ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു, മക്കളെ ഇനി നീ ആവശ്യമുള്ളത് ഇറങ്ങി പറക്കിക്കോള, ദൈവത്തിന്റെ അനുഗ്രഹം. 5-ാം ദിവസം ഒരുവൻ വന്ന്, ബോവസ്, ഭർത്താവ് മരിച്ചു, കറുത്ത പെങ്കൊച്ച ശാപത്തിൽ കിടക്കുക. അയ്യോ, അവളോട് ചോദിച്ചു, തിരുമല ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, പാൻ കാർഡ് ഉണ്ടോ, ആധാർ ഉണ്ടോ? അവള് പറഞ്ഞു, ഒന്നുമില്ല ചേട്ടാ. എന്നാ പറഞ്ഞ് 2 ഫോട്ടോയായിട്ട് നാളെ വരാൻ പറഞ്ഞു. എവിടെ? പേയാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ മലയൻകീഴി ചെന്നു. ആർക്ക് വയൽ കിട്ടി? 10 പൈസ അക്കൗണ്ട് ഇല്ലാത്ത രൂത്തിന്റെ പേരിൽ ഇന്ന് രാത്രി പറ, കാൽമതിക്കും ദേശമെല്ലാം കർത്തൻ എനിക്ക് സ്വന്തം. നീ എഴുന്നേറ്റ് യാത്ര ചെയ്താൽ നിന്റെ പിൻപിൽ ഒരു വിടുതലിന്റെ കരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കാൽ ചവിട്ടിയ ദേശം നിന്റെ കരങ്ങളിൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. 7-ാം ദിവസം എലീമലേക്കിന്റെ ബന്ധത്തിൽ ചാർച്ചക്കാരനായ ബോവസ് അവളെ വിവാഹം കഴിച്ച് 1000 ആണ്ട് ശാപത്തിൽ കടന്ന പെങ്കൊച്ചന് ഇന്ന് രാത്രി പറയണം, എൻ്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ പുസ്തകമല്ല. ഇത് ബാലരമേള ലുട്ടാപ്പിയും കൂട്ടസനും അല്ല അമ്മേ. 8000 പ്രോമിസ് ഉള്ളതാ. നാട്ടുകാർ പകയ്ക്ക്, നിന്റെ കുടുംബത്തെ പകയ്ക്ക്, നിന്റെ ശുശ്രൂഷയെ പകയ്ക്ക്. വാഗ്ദത്തമുള്ളവനെ നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. കുന്നപ്പുഴയ്ക്കകത്ത് രൂത്തിന്റെ കണ്ണുനീരിലൊരു കരം ഇറങ്ങിയെങ്കിൽ സിസ്റ്റർ, ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല, നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹം തരുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ബ്രദറെ, ആ തരം തളർന്ന കരമല്ല. 2023 ഏത് പ്രതിസന്ധിയിലും നിന്നെ വലിച്ചു പുറത്ത് കൊണ്ടുവരുക ഇന്ന് രാത്രി അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നാൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവം. ഡൊമീഷ്യന്റെ അടുത്ത് ചെന്ന് പടയാളികൾ പറഞ്ഞ്, മനുഷ്യനെ കൊല്ലാൻ പറ്റത്തില്ല. ഡൊമീഷ്യൻ അവന് നാട് കടത്തുന്നു പത്മോസിൽ. നാളെ ആ ഭാഗത്തിലേക്ക് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ വീഴുന്നു. 5 കാര്യങ്ങൾ: ആകാശം വിട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥിക്കഷം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം. വയോധികനായ അപ്പച്ചൻ അവിടെ മുട്ടുമടക്കി. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. സഹായിക്കേണ്ടവരെല്ലാം നിനക്കെതിരെ നിൽക്കും. ചയമ്മേ, സഹോദര സഹോദരി, എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരിറങ്ങുമോ തലയിണയിൽ, അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും.
6000 വാട്ട്സ് ഇല്ല, പാടുന്ന കുഞ്ഞുങ്ങളില്ല. ഒരു കപ്പ് കാപ്പി പഠിച്ചാൽ കൈമറയ്ക്കുന്ന 94 വയസ്സുള്ളൊരു അപ്പച്ചൻ അവിടെ മുട്ടുമടക്കി. സ്വർഗം തുറന്നു. കണ്ട ദർശനം 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈയിൽ, സൂര്യനെ പോലെ മുഖം, കാൽ വെള്ളോട്ടിന് സദൃശം, തലമുടി ഹിമം പോലെ, ഒരു കരം യോഹന്നാൻ അപ്പോസ്തലന്റെ തലമേൽ വന്നു. ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകത്തിന്റെ പേരാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചനം, 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. അപ്പോക്കാലിപ്സ് രംഗപടത്തിന് പിൻപിൽ യുഗത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ടൈം ഈസ് കം നൗ, സമയമെടുത്തിരിക്കുന്നു. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടില്ല, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ. ബാക്കി ഭാഗം നാളെ കടക്കാം. ബൈബിൾ 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. ഇത് തീരാൻ പോവാ. കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടാറില്ലേ? ഇതെവിടെ തുടങ്ങിയെന്നറിയാമോ? പെന്തിക്കോസ് പെരുന്നാളിൽ. അപ്പോസ്തല പ്രവൃത്തി 1 അവർ കാത്തിരിക്കുന്നു, 2 പകരുന്നു. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. 2 പെന്തക്കോസ് പെരുന്നാളിൽ 120 പേർ സെഗിയോൻ മാളിക മുറിയിൽ ഇരുന്നപ്പോൾ യേശു പറഞ്ഞൊരു നിവൃത്തിയുണ്ട്. വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടു പോകുവാൻ. യോവേലിൻ്റെ പ്രവാചൻ, അന്ന് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവ്, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. തീർന്നില്ല. ഒരൊറ്റ പ്രസംഗത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000 പേർ കൊത്തുകൊണ്ട് വചനപ്രകാരം അനുതപിച്ചു, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു. 3120 പേരാൽ പരിശുദ്ധാത്മാവിൽ ആരംഭിക്കപ്പെട്ട സഭയ ദൈവസഭ. ടോട്ടൽ അസറ്റ്. സ്വോത്രം. സഭയ്ക്ക് അന്ന് കമ്മിറ്റിയില്ല, പ്രസിഡന്റ് ഇല്ല, സ്വോത്രാഴ്ച പാത്രം അടിച്ചു മാറ്റുന്ന അച്ചായനും ഇല്ല. സഭ ആരംഭിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല. ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ ദൈവസഭ എടുക്കപ്പെടും. 1 സഭ എടുക്കപ്പെടും, 2 ലോകമഹായുദ്ധം, 3 എതിർ ക്രിസ്തു, 4 കാലങ്ങൾ പിന്നെ ഉണ്ട്. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച. പിന്നെ നാം ഇവിടെയില്ല. നിത്യ യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് വാഴും. ഇനി ശ്രദ്ധയോടെ. കൃപായുഗത്തിൽ 1ാമത്തെ സംഭവം ദൈവസഭ എടുക്കപ്പെടും. മലയാളം നാടൻ ഭാഷയിൽ കുന്നപ്പുഴയിലെ സുഷമ ചേച്ചിക്ക് തിരുവനന്തപുരം കൗൺസിലർമാർ, ഇവിടുത്തെ വാർഡുകാർ 40 കോഴിക്കുഞ്ഞിനെ കൊടുത്തു. 20 കോഴിക്കുഞ്ഞിനെ ഒരു കൂട്ടിൽ, 20 കോഴിക്കുഞ്ഞിനെ മറ്റൊരു കൂട്ടിൽ. രാവിലെ പേയാടുന്ന ചെറുപ്പക്കാരൻ പി അടിച്ച് നല്ല നെത്തോലിയായിട്ട് വന്നു. സുഷമ ചേച്ചിയെ വിളിച്ചു. നല്ല മീൻ ലാഭത്തിലുണ്ട്, 200 രൂപ തരണം. 2 ചട്ടിയിൽ നെത്തോലി കൊടുത്തു. ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് സുഷമ ചേച്ചി മകൾ ശീലമോളോട് പറഞ്ഞു, 10 മണിക്ക് ഞാനിത് നന്നാക്കും. ആ സമയത്ത് മോൾ വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടണം. ചപ്പാത്തി കഴിച്ച ശീല ചേച്ചി 10 മണിക്ക് 2 ചട്ടിയുമായി മുറ്റത്തുള്ള മുരിങ്ങയുടെ ചുവട്ടിൽ നെത്തോലി നന്നാക്കാനിരുന്നപ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. അവൻ്റെ പേരാ പരുന്ത്. അവ എവിടെ ഇരുന്നു? മുരിങ്ങയുടെ മേളിൽ. ആ സമയത്ത് നെത്തോലി നന്നാക്കി തലയെല്ലാം മാറ്റിയിട്ടപ്പോൾ ഷീലയെ വിളിച്ചു, മോളെ കോഴിക്കൊച്ചുങ്ങളെ തുറന്നു വിട്. ഷീല കോഴിക്കൊച്ചുങ്ങളെ തുറന്നു വിട്ടിട്ട് മൊബൈൽ കുത്താൻ പോയി. അമ്മ ഫ്രിഡ്ജിനകത്ത് നെത്തോലി വെക്കാൻ പോയപ്പോൾ ഇത് തന്നെ നല്ല അവസരം. പരുന്ത് ഒറ്റ വരക്കം സ്വോത്രം താഴോട്ട് വന്ന് 3 കുഞ്ഞുങ്ങളെ ഒരു കാലിൽ, 3 കുഞ്ഞുങ്ങൾ ഒരേ മറ്റേ കാലിൽ. ആ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ഒരു നിലവിളി, കിയോ കിയോ കിയോ. അമ്മാമ്മ മീൻ ചട്ടി വെച്ചിട്ട് ഒറ്റ ചാട്ടം നാട്ടുകാരിയൊക്കെ കൊണ്ടുപോയേ സ്വോത്രം. അതുപോലൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. അതിൻ്റെ പേര് മലയാളത്തിൽ റാഞ്ചൽ, അതുകൂടെ പറഞ്ഞാൽ ഉൽപ്രാപണം, ഇംഗ്ലീഷിൽ റാപ്ചർ. അതിൻ്റെ അർത്ഥമാ മനുഷ്യൻ മരണം കാണാതെ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. സ്വോത്രം. അങ്ങനെ വല്ലവരും പോയിട്ടുണ്ടോ? ഏലിയാവ് യോർദാൻ്റെ കര ചെന്ന് സ്വോത്രം. അന്ന് എങ്ങനെ അഗ്നിരഥങ്ങളും അഗ്നിവശങ്ങളും താഴേക്ക് വന്നു. ആ സമയത്ത് ഏലിയാവ് എങ്ങനെ പോയി? അമ്മമ്മേ ശവപ്പെട്ടി കയറിയോ? ഇല്ല. ചുഴലി കൊടുങ്കാറ്റ്. അവൻ്റെ ചേട്ടന്മാരെവിടെ അടിക്കുന്നത്? എത്ര കാറ്റടിക്കുന്ന മക്കള്? റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ടൗട്ടെ, ബുരേവി. ഇനി അവസാനം ഒന്നടിക്കുക അമ്മമ്മ പേരേഷ് പോണ്ടി അന്ന് പൊക്കോളൂ. സന്തോഷമില്ലല്ലോ. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ. നാളെ പറഞ്ഞു തരാം സയൻസ്, സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൃപായുഗത്തിൽ ആദ്യം ദൈവസഭ എടുക്കപ്പെടും. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരു ലോകമഹായുദ്ധം നടക്കും. റഷ്യ ഉക്രൈൻ്റെ ബാക്കി തൊടാൻ സമയമില്ല. അത് കഴിഞ്ഞാൽ ഒരുവൻ ഭരണത്തിൽ വരും.
നമുക്ക് പെന്തിക്കോസുകാർക്കൊന്നും വലിയ സന്തോഷമില്ല കർത്താവിൻ്റെ വരവിനെ പറ്റി. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് വലിയ സന്തോഷമില്ല. ഓൺലൈൻ പോകുന്നില്ല. ഞാനും പറയുക കർത്താവ് ഉടനെ എങ്ങും വരരുത്, എനിക്ക് കാനഡയിലൊന്ന് പോകണം, അമേരിക്കയിൽ പോകണം, UK പോകണം, എന്നിട്ട് കർത്താവ് വന്നാൽ മതി എന്ന് ഞാൻ പറയുന്ന സ്വോത്രം. അതുപോലെ ആര് വരുവാനുള്ളവൻ വരും. അമേരിക്കയിൽ പലരും ഷൈൻ ഇവിടെ ഉണ്ട്, ആ പ്രസംഗം പലരും കേൾക്കുന്നത്. അവിടുന്ന് പല ചെറുപ്പക്കാരും എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ഒരു സംഭവം നടക്കുന്നു, കാറിൻ്റെ പുറകെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു. എന്താ? ഐ ആം എ ജീസസ് ബിലീവർ. അർത്ഥം ഡ്രൈവർ വിശ്വാസി, കയറുന്നവൻ കൊണപ്പെട്ടവൻ, അല്ലെങ്കിൽ കാകള